Hi friends, welcome to my YouTube channel, Making Corner. നമ്മൾ കാണാൻ പോകുന്നത് പൗഡർ കോട്ടിംഗ് പ്രോസസ്സാണ്. എന്താണ് പൗഡർ കോട്ടിംഗ്? നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഭൂരിഭാഗം നിത്യോപയോഗ സാധനങ്ങളിലും പെയിന്റിങ്ങിന് പകരം യൂസ് ചെയ്യുന്ന ഫിനിഷിംഗ് പ്രോസസ്സാണ് പൗഡർ കോട്ടിംഗ്. അപ്പൊ എങ്ങനെയാണ് അത് ചെയ്യുന്നത് കാണാനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത് ക്ലീനിങ് ടാങ്കാണ്. ഡിഫറെൻറ്റ് കെമിക്കൽസ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. പൗഡർ കോട്ട് ചെയ്യേണ്ട മെറ്റീരിയൽ നമ്മൾ ആദ്യം ഇതിൽ ഡിപ്പ് ചെയ്തെടുക്കുക ചെയ്യുക. ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതിലൂടെ നമുക്ക് മെറ്റീരിയലുള്ള ഓയിൽ കണ്ടൻറ്റ്, റസ്റ്റ് പാർട്ടിക്കിൾസ് ഇതെല്ലാം ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഓൾറെഡി ക്ലീൻ ചെയ്ത് കഴിഞ്ഞ മെറ്റീരിയലാണ്. ഇനി അടുത്ത പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ കോട്ടിംഗ് ആണ്. ഇവിടെ മെറ്റീരിയൽ കോട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് പൗഡറാണ്. അതുകൊണ്ടാണ് ഈ പ്രോസസ്സിനെ പൗഡർ കോട്ടിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ ഫാസ്റ്റ് പ്രോസസ്സാണ്. നമുക്കിവിടെ തന്നെ കാണാൻ പറ്റും ആൾ എന്തൊരു പെട്ടെന്നാണ് ഇത്ര പാർട്സ് ചെയ്ത് തീർക്കണേ എന്നുള്ളത്. ഇതേ സെയിം പ്രോസസ്സ് നമ്മൾ പെയിൻറ്റിങ്ങിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ഒരുപാട് ടൈം എങ്ങനെയായാലും എടുക്കും. ഇനി കോട്ടിങ് കഴിഞ്ഞ മെറ്റീരിയൽ ഓവനിലേക്ക് കയറ്റാണ്. ഇനി ഓവനിൽ വെച്ച് ചൂടാക്കും. അങ്ങനെ ചൂടാക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്ര നേരം കോട്ട് ചെയ്ത പൗഡർ എല്ലാം മെൽറ്റായിട്ട് മെറ്റീരിയലായിട്ട് സ്റ്റിക്കാവും. അതിനു വേണ്ടിയാണ് നമ്മൾ ഓവനിൽ വെച്ച് ചൂടാക്കുന്നത്. നമ്മുടെ പ്രോസസ്സ് മൊത്തം കംപ്ലീറ്റ് ആയി. ഇനി ഫിനിഷ് പ്രൊഡക്റ്റ് അവൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.